Morning students, welcome to this video. In last class we studied application of electronics. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ഏകദേശം തീരാറായി. ഇനി ഒരു പ്രധാന ആപ്ലിക്കേഷൻ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റ്. ഇലക്ട്രോണിക്സിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ആപ്ലിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റ്. Progress of a nation depends upon the availability of cheaper and faster communication. ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസ് നിശ്ചയിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള ചീപ്പറും അതുപോലെ തന്നെ ഫാസ്റ്ററുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രസ് ഓഫ് എ നേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ചീപ്പർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ രാജ്യത്തിന്റെ പുരോഗതി ആശ്രയിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് നിലവിലിരിക്കുന്ന ചീപ്പറും, അതായത് കോസ്റ്റ് കുറവും അതുപോലെ തന്നെ ഫാസ്റ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ചിലവ് കുറഞ്ഞതും ഫാസ്റ്ററുമായ കമ്മ്യൂണിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ രാജ്യത്തിന്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ രംഗത്തെ ഇലക്ട്രോണിക്സിന്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലഫോണി ആൻഡ് ടെലഗ്രാഫി ആയിരുന്നു. ഓക്കെ, ഇൻ ദ ബിഗിനിങ് ദ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വാസ് ടെലിഫോണി ആൻഡ് ടെലഗ്രാഫി. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ രംഗത്തെ ഇലക്ട്രോണിക്സിന്റെ ആദ്യ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലഫോണി ആൻഡ് ടെലഗ്രാഫിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ടെലഗ്രാഫ് സർവീസ് ഏകദേശം നിലച്ച മട്ടാണ്. നമ്മള് ടെലഗ്രാഫ് സർവീസ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ആർക്കും ഈ ടെലഗ്രാഫ് സർവീസ് ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. പക്ഷേ ഇപ്പോഴും ടെലിഫോൺ സർവീസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇലക്ട്രോണിക്സിന്റെ കമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ള ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോണിയും ടെലഗ്രാഫിയുമായിരുന്നു. ഓക്കെ, after that this wireless communication came. അപ്പോൾ അതിനുശേഷമാണ് ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ വന്നത്. ഇപ്പോൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ കേസിൽ വയറിന്റെ യൂസ് ഇല്ല. വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് വയറിന്റെ ഉപയോഗമില്ലാതെ, വയറിന്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അടുത്തതായിട്ട് വന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ റെഡ്യൂസ്ഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് പ്ലേസസ്. ഇപ്പോൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വന്നതോടുകൂടി രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഈസി ആയിട്ട് കോണ്ടിനെന്റ്സിലുള്ള ആൾക്കാർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം അടുത്ത സുപ്രധാനമായ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിവിഷൻ ആൻഡ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആയിരുന്നു. ഇൻ ഇന്ത്യ ദിസ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ടഡ് ഇൻ 1927. ഇന്ത്യയിൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ഇയർ 1927 ആയിരുന്നു. 1927 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ സ്റ്റേഷൻ ആയിരുന്നു. ബോംബെ. അത് കഴിഞ്ഞിട്ട് കൽക്കത്ത സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് എക്സ്പെരിമെന്റൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് നടന്ന വർഷം 1959 ആയിരുന്നു. ഓക്കെ, 1959 ഡൽഹിയിലായിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ എക്സ്പെരിമെന്റൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്. അത് കഴിഞ്ഞ് 1965 ഡെയിലി ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ടെലിവിഷന്റെ കേസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെന്റൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് 1959 ഡൽഹിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1965 ഡെയിലി ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു.
അതെല്ലാം ഡൽഹിയിലായിരുന്നു. 1972 ഈ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മുംബൈയിലേക്കും, അതായത് പണ്ടത്തെ ബോംബെയിലേക്കും അമൃത്സറിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യയിൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് 1927 1927 ഇന്ത്യയിലെ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അത് ബോംബെ സ്റ്റേഷൻ ആയിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് കൊൽക്കത്ത സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായിട്ട് എക്സ്പെരിമെന്റൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത വർഷം 1959. ആ പ്ലേസ് ഡൽഹി ആയിരുന്നു. അതിനുശേഷം 1965 ഡെയിലി ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത് ഡൽഹിയിൽ. അത് കഴിഞ്ഞ് ടി വി ബ്രോഡ്കാസ്റ്റിംഗ് മുംബൈയിലേക്കും അതുപോലെ തന്നെ അമൃത്സറിലേക്കും സ്പ്രെഡ് ചെയ്തു. Now we can familiarize various electronic gadgets used. Okay, ഇനി നമുക്ക് എന്റർടൈൻമെന്റ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റിനെ ഫെമിലറൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ എന്റർടൈൻമെന്റിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നത് DVD പ്ലെയർ ഉണ്ട്, അതേപോലെ തന്നെ VCRും VCPയും. ഇപ്പോൾ നമ്മൾ VCRോ VCP ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്നത് DVD പ്ലെയർ ആണ്. അതുപോലെ തന്നെ CD പ്ലെയർ ഒന്നും ആരും ഇപ്പൊ ഉപയോഗിക്കാറില്ല. പണ്ട് കാലത്ത് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത ഡിവൈസ് ആയിരുന്നു ടേപ്പ് റെക്കോർഡർ. ടേപ്പ് റെക്കോർഡറും ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. നെക്സ്റ്റ്, പബ്ലിക് അഡ്രസ് സിസ്റ്റം. പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? വാട്ട് ഈസ് പബ്ലിക് അഡ്രസ് സിസ്റ്റം? പബ്ലിക്കിനെ അഡ്രസ് ചെയ്യാനുള്ള സിസ്റ്റമാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം. ഓക്കെ, ഒരു പ്രസംഗം നടക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രാസംഗികൻ ഒരു മൈക്ക് യൂസ് ചെയ്യും. എന്നിട്ട് അതിന്റെ കൂടെ ആംപ്ലിഫയർ കാണും. അത് കാണികൾക്ക് കേൾക്കാൻ വേണ്ടി സ്പീക്കറും കാണും. അപ്പോൾ ഈ മൈക്കും ആംപ്ലിഫയറും സ്പീക്കറും കൂടെ അടങ്ങിയതാണ് ഈ പബ്ലിക് അഡ്രസ് സിസ്റ്റം. പബ്ലിക് അഡ്രസ് സിസ്റ്റം കണ്ടെയ്ൻസ് മൈക്ക്, ആംപ്ലിഫയർ ആൻഡ് സ്പീക്കർ. ഓക്കെ, മൈക്കും ആംപ്ലിഫയറും സ്പീക്കറും അടങ്ങിയതാണ് ഈ പബ്ലിക് അഡ്രസ് സിസ്റ്റം. ഓക്കെ, ഇതോടുകൂടി ഇലക്ട്രോണിക്സിന്റെ ആപ്ലിക്കേഷൻ ഫിനിഷ്ഡ്. ഓക്കെ, നൗ ഐ ആം സ്വിച്ചിങ് ടു ഇലക്ട്രോണിക് കമ്പോണൻസ്. ഓക്കെ, ആക്ച്വലി ഇവിടെയാണ് നമ്മൾ ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഐ ആം സ്വിച്ചിങ് ടു ഇലക്ട്രോണിക് കമ്പോണൻസ്. ഇലക്ട്രോണിക് കമ്പോണൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. They are passive and active. ഇലക്ട്രോണിക് കമ്പോണൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. They are passive and active. Electronic components can be classified into two. They are passive components and active components. This electronic components can be classified into two. They are passive components and active components. What is active components? What is passive components? Okay. These active components means they can amplify or process electrical signal. Okay. These active components can amplify or process electrical signal. Electrical signalനെ ആംപ്ലിഫൈ ചെയ്യാനോ പ്രോസസ് ചെയ്യാനോ കഴിയുന്ന കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് കമ്പോണൻസ്. എക്സാമ്പിൾ ഡയോഡും ട്രാൻസിസ്റ്ററും. ഡയോഡും ട്രാൻസിസ്റ്ററുമാണ് ആക്റ്റീവ് കമ്പോണൻസിന് എക്സാമ്പിൾ. അതായത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനോ പ്രോസസ് ചെയ്യാനോ കഴിയുന്ന കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് കമ്പോണൻസ്. എക്സാമ്പിൾ ഡയോഡ് ആൻഡ് ട്രാൻസിസ്റ്റർ. Active components means they can amplify or process electrical signal. Example, diode and transistor. Okay, those components which can amplify or process the electrical signal are known as active components. Examples are diode and transistor. Okay, അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനോ പ്രോസസ് ചെയ്യാനോ കഴിയുന്ന കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് കമ്പോണൻസ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡയോഡും ട്രാൻസിസ്റ്ററും.
Next, passive component. Those components which cannot amplify or process electrical signal are known as passive components. Examples are resistor, capacitor and inductor. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനോ പ്രോസസ് ചെയ്യാനോ കഴിയാത്ത കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് പാസീവ് കമ്പോണൻസ്. അതായത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനോ പ്രോസസ് ചെയ്യാനോ കഴിയാത്ത കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് പാസീവ് കമ്പോണൻസ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. അപ്പോൾ ആക്റ്റീവും പാസീവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വെച്ചാണ് നമ്മൾ ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ പാസീവ് കമ്പോണൻസ് എന്താണ്, ആക്റ്റീവ് കമ്പോണൻസ് എന്താണെന്ന് നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. അപ്പോൾ ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനോ പ്രോസസ് ചെയ്യാനോ കഴിയുന്ന കമ്പോണൻസ് ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡയോഡും ട്രാൻസിസ്റ്ററും. പാസീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനോ പ്രോസസ് ചെയ്യാനോ കഴിയാത്ത കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് പാസീവ് കമ്പോണൻസ്. എക്സാമ്പിൾ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. So the difference between active and passive component is this active component can amplify or process electrical signal. അതായത് ആക്റ്റീവ് കമ്പോണന്റിന് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനോ പ്രോസസ് ചെയ്യാനോ കഴിയും. ബട്ട് ദിസ് പാസീവ് കമ്പോണന്റ് cannot amplify or process electrical signal. അപ്പോൾ പാസീവ് കമ്പോണന്റിന്റെ ഇലക്ട്രിക്കൽ സിഗ്നലിനെ പ്രോസസ് ചെയ്യാനോ ആംപ്ലിഫൈ ചെയ്യാനോ കഴിയും. ആക്റ്റീവ് കമ്പോണന്റിന് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനും അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാനോ സാധിക്കും. പക്ഷേ പാസീവ് കമ്പോണന്റിന് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനോ അതുപോലെ തന്നെ പ്രോസസ് ചെയ്യാനോ സാധിക്കത്തില്ല. ആക്റ്റീവ് കമ്പോണന്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡയോഡും ട്രാൻസിസ്റ്ററുമാണ്. പാസീവ് കമ്പോണന്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്നിവയാണ്. ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ക്ലാസ് കമന്റ്സിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.